ചെമ്മണ്ണാമ്പതി മലയടിവാരം റോഡിൽ കൊടുക്കുന്നുണ്ട്. മലയടിവാരം പറയുമ്പോൾ അവിടെ ഒരു മലയൊക്കെ കാണുന്നുണ്ട്. പോയാൽ എത്തുമെന്ന് വലിയ ഐഡിയ ഇല്ല. എന്തായാലും റോഡ് വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്. എന്തായാലും കുറച്ച് പോയി നോക്കാം. 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഇതേ പോയി കഴിഞ്ഞ് വെച്ചാൽ നേരെ തേക്കടി വഴി പറമ്പിക്കുളത്തേക്ക് റോഡ് ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ അതേ കടത്തി വിടില്ല. ഇതിനു വേണ്ടി സമരമൊക്കെ ഉണ്ടായിരുന്നു വെറുതെ അടുത്ത കാലത്ത് വരെ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഈ തോട്ടം ഏരിയയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ പാടി പോലുള്ള കുഞ്ഞു വീടുകളാണ് ചുറ്റും. ഇത് മൊത്തം തൊഴിലാളികളുടെ വീടുകളാണ്. പിന്നെ കുറേ റിസോർട്ടുകളും പിന്നെ വലിയ വലിയ മുതലാളികളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ചുറ്റും നോക്കിയാലും എവിടെ നോക്കിയാലും ഈ മാന്തോപ്പുകളാണ്. മാന്തോപ്പുകൾ, തെങ്ങ്, കൂടുതലും മാന്തോപ്പാണ്. തെങ്ങൊക്കെ ഏകദേശമൊക്കെ പോയി. മാന്തോപ്പുകളുടെ ഒരു ഇതാണ് ഫുള്ളായിട്ട്. ഇതൊക്കെ ഈ മുതലമട ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇതേ പറമ്പിക്കുളത്തേക്ക് പണ്ട് ഒരു വഴി ഉണ്ടായിരുന്നു. ഒരു ഫോറസ്റ്റ് വഴിയാണ്, നടവഴി പോലെയൊക്കെയുള്ള വഴി. അത് പിന്നീട് അടച്ചു. പിന്നെയാണ് ഇപ്പോൾ തമിഴ്നാട് വഴി, നമ്മൾ അമ്പ്രമ്പാളയം തമിഴ്നാട് വഴിയാണ് ഇപ്പോൾ പറമ്പിക്കുളത്തുള്ള ഏക വഴി. അപ്പോൾ പറമ്പിക്കുളത്തുള്ള ആളുകൾക്ക്, തദ്ദേശീയ ആളുകളും ഇവിടെയുള്ള ആളുകൾക്കും അങ്ങോട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഇതേ വഴി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് കുറേ സമരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഏരിയയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അടിവാരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയാണ്. നമ്മൾ ചെമ്മണ്ണാമ്പതിയിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ കാണിച്ചത്. അപ്പോൾ എന്തായാലും നമുക്കിത് പോയി നോക്കാം. കൊള്ളാലോ. ആ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് റോഡ് അവസാനിച്ചു. ഇവിടെ ഒരു ചെറിയ തോടാണ്. ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ഇനി നമ്മൾ ഈ മണ്ണ് ഉള്ള റോഡിൽ കൂടെ മുകളിലേക്ക് പോകണം. അപ്പോൾ എങ്ങനെയാണ് പോകുന്നതെന്ന് വലിയ ഐഡിയ ഇല്ല. എങ്കിലും പരമാവധി ഓഫ് റോഡാണ്. വണ്ടിയുടെ കണ്ടീഷനൊക്കെ ഒരു അര കണ്ടീഷനാണ്. ടയറൊക്കെ പകുതിയാണല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കും. ഈ മല ഉള്ളിൽ തന്നെയോ അല്ല അപ്പുറത്തോന്ന് അറിയില്ല. അപ്പുറത്തായിരിക്കും. ഇവിടെ ആകാൻ സാധ്യതയില്ല. ഏതെങ്കിലും മലന്റെ താഴെ കൂടെ ഇങ്ങനെ കറങ്ങിയിട്ടായിരിക്കും പോവാ. എന്നറിയില്ലേ, ഇതിന്റെ ഇടയില് നാടുള്ള ചാൻസ് ഇല്ല. മല അടിവാരമുള്ളത്. ഞാൻ ചെമ്മണ്ണാമ്പതി വന്നപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിയതാ. ഫുള്ള് ഓഫ് റോഡ് ആയില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചെമ്മണ്ണാമ്പതിയിൽ നിന്ന് 2.5 കിലോമീറ്റർ വന്നിട്ട് അടിവാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് ശരിക്കും പറമ്പിക്കുളത്തേക്ക് ഒരു റൂട്ടുള്ളത്. പറമ്പിക്കുളം തേക്കടി പറഞ്ഞ ഒരു പ്രദേശത്തേക്ക് റൂട്ടുണ്ട്. തേക്കടി കോളനിക്ക് ഒരു റൂട്ടുണ്ട്. ഇവർ പറയുന്നത് 5.5 കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ നിന്ന് നടന്നു പോയി. പക്ഷേ പറമ്പിക്കുളം വഴി വരികയാണെങ്കിൽ പറമ്പിക്കുളം, സേത്തുമട, അമ്പ്രമ്പാളയം വഴി ചുറ്റി വരണം തമിഴ്നാട് വഴി വരികയാണെങ്കിൽ. അപ്പോൾ അത്രയും ഡിഫറൻസ്, ഏകദേശം 50 കിലോമീറ്റർ 5 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും ഇവർക്ക്. അതായത് പറമ്പിക്കുളം എന്ന് പറയുന്നതും മുതലമട പഞ്ചായത്ത് തന്നെയുള്ളത്. അപ്പോൾ മുതലമട പഞ്ചായത്ത് വൈഡായിട്ട് കിടക്കുന്ന പഞ്ചായത്താണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ പഞ്ചായത്തേക്കോ ഹോസ്പിറ്റലിലേക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം, വില്ലേജിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തേക്ക് വരികയാണെങ്കിൽ ഈ തമിഴ്നാട് വഴി ചുറ്റിത്തിരിഞ്ഞ് 19 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വരണം. അതിന് പകരം ഇവിടെ ഈ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ ഒരു 5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ അവർക്ക് എത്താം. അപ്പോൾ ആ റോഡ് വേണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സമരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എൻട്രൻസ് ഇല്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോറസ്റ്റിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പോൾ ബൈ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.